മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുകയായിരുന്നു. ഇപ്പോൾ ലോക്സഭയിൽ അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിട്ടുണ്ട്. ലോക്സഭാ നടപടികൾ തുടങ്ങുകയാണ്. सदन की कार्रवाई अनिश्चित काल के लिए स्थगित की जाती है। ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടായ ഒരു പശ്ചാത്തലം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അറിയാം. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിൽ ലോക്സഭയിൽ എത്തി. അവിടെ എന്തായാലും വലിയ പ്രതിഷേധം തന്നെ നമ്മൾ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവസാന ദിവസമായാലും ഇന്നും വലിയ പ്രതിഷേധം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കവാടത്തിൽ ഭരണ പ്രതിപക്ഷ പ്രതിഷേധം ഇന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ 3 ആഴ്ചയായി നടക്കുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അമിത്ഷാ ഈ വിഷയത്തിൽ ഡൽഹി വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകണം എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ഉയർത്തി വലിയ പ്രതിഷേധം തന്നെ ഈ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടു. ഇന്ന് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒന്നിച്ച് തന്നെ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. ആർ രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. ആർ രാഗേഷ്, എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പോൾ ലോക്സഭ നിർത്തിവെച്ചതാണ് കണ്ടത്. എന്താണ് ലോക്സഭയിൽ നിന്നുള്ള വിവരങ്ങൾ? കാരണം ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഇന്ന് കാര്യമായ അജണ്ടയൊന്നും തന്നെ ലോക്സഭയിൽ ഉൾപ്പെട്ടിരുന്നില്ല. കാരണം ഇന്ന് ലിസ്റ്റ് ഓഫ് ബിസിനസ് നോക്കുകയാണെങ്കിൽ ലോക്സഭയിൽ ഒറ്റ ബില്ലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ നടപടികളില്ലാതെ അവസാന ദിവസം പിരിയുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിൽ തന്നെ ആകെ അവശേഷിച്ചിരുന്നത് ബാക്കിയുണ്ടായിരുന്നത് അമിത്ഷാ സഭയിലെത്തുമോ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ ചോദ്യങ്ങൾ ഉണ്ടായത് അമിത്ഷാ എവിടെ എന്നുള്ളതായിരുന്നു. ഏതായാലും ആ ദിവസങ്ങളിലും തന്നെ അമിത്ഷാ എത്തിയിരുന്നില്ല. അവസാന ദിവസങ്ങളിലാണ് ചർച്ചയ്ക്ക് തയ്യാർ എന്ന സർക്കാർ നിലപാടിലേക്ക് വന്നത്. അപ്പോഴും അമിത്ഷാ സഭയിലെത്തുന്ന പതിവുണ്ടായിരുന്നില്ല. ഇന്നലെയും അമിത്ഷാ സഭയിലെത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ അമിത്ഷായും സഭയിലുണ്ടായിരുന്നു. അങ്ങനെ മുൻനിരയൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് ഇന്ന് കണ്ടത്. കാരണം സാധാരണ ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കുകയാണെങ്കിൽ മുൻനിരയിൽ രാജ്നാഥ് സിംഗിനെ മാത്രം കാണാനുണ്ടായിരുന്നുള്ളൂ. ആദ്യം പ്രധാനമന്ത്രി, രണ്ടാമതായി രാജ്നാഥ് സിംഗ്, മൂന്നാമതായി അമിത്ഷാ, നാലാമതായി നിതിൻ ഗഡ്കരി. അങ്ങനെയാണ് പാർലമെന്റിലെ ലോക്സഭയിലെ മന്ത്രിമാരുടെ ഇരിപ്പിടം. അതിൽ പലപ്പോഴും ഭരണപക്ഷത്ത് രാജ്നാഥ് സിംഗ് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ മറുപടി ഉണ്ടെങ്കിൽ നിതിൻ ഗഡ്കരി ഉണ്ടാകാറുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പലപ്പോഴും കാലിയായി കിടക്കുന്നതാണ് കാണാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അവസാന ദിവസം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ന് സഭയിലെത്തി. ഒപ്പം തന്നെ ഇന്ന് മറ്റു നടപടികളിലേക്കൊന്നും തന്നെ കടന്നില്ല. ഈ സഭ സമ്മേളിച്ച ഉടൻ തന്നെ വന്ദേമാതരം ആലപിച്ച ശേഷം ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. രാജ്യസഭ ഒരുപക്ഷെ ഉച്ചവരെ 12 മണി വരെ നടപടികളിലേക്ക് കടന്നേക്കാം, അല്ലെങ്കിൽ 1 മണി വരെ നടപടികൾ ഉണ്ടായേക്കാം. കാരണം രാജ്യസഭയിൽ ഇന്ന് ബില്ല് ചർച്ചയ്ക്ക് പാസ്സാക്കാനുണ്ട്. ഇന്നലെ ലോക്സഭ പാസ്സാക്കിയതാണ് ഖനി ധാതു ബില്ല്. അത് ഇന്ന് രാജ്യസഭയിൽ
ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് പാസ്സാക്കിയ ശേഷം ഇന്ന് രാജ്യസഭയും പിരിയും. സുജീഷ്. ശരി, രാകേഷ്, എന്തായാലും ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. അനിശ്ചിതകാലത്തേക്ക് സഭ പിരിഞ്ഞു. വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിലെത്തി. പക്ഷേ സഭയിൽ എത്തിയ ദിവസം തന്നെ മറ്റൊരു നടപടിക്രമങ്ങളും ഇല്ലാതെ തന്നെ വന്ദേമാതരം ചൊല്ലി സഭ പിരിയുകയാണ്. ഒരു വലിയ പ്രതിഷേധ കാലമാണ് സഭയിൽ ഉണ്ടായിരുന്നത്. സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു വിഷയത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തി. പക്ഷേ ആ സമയത്തൊന്നും മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി സഭയിൽ എത്തിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഒരുപക്ഷെ നോട്ടീസ് നൽകിയാൽ ഞാൻ വേണമെങ്കിൽ വരാം എന്നൊക്കെ പ്രതിപക്ഷത്തിന് അങ്ങോട്ടേക്ക് മറുപടി നൽകുന്നത് കണ്ടു. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല എന്ന് തിരിച്ച് രാഹുൽ ഗാന്ധി മറുപടി നൽകുന്നത് കണ്ടു. ഏറ്റവും ഒടുവിൽ അവസാന ദിവസം ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള നേതാക്കൾ സഭയിൽ എത്തിയെങ്കിൽ കൂടി അത് സഭ പിരിയുകയാണ്. അനിശ്ചിതകാലത്തേക്ക് ലോക്സഭ പിരിഞ്ഞു. എന്തായാലും ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് ലോക്സഭയുടെ കവാടത്തിൽ നേരത്തെ ഉണ്ടായ വലിയ പ്രതിഷേധമാണ്. എന്തായാലും ആ പ്രതിഷേധം നേരത്തെ ഉയർത്തിയ ആ പ്രതിഷേധമൊക്കെ പ്രതിപക്ഷം തുടരും. സഭയിൽ എന്തായാലും സഭാകാലത്ത് കൃത്യമായി തന്നെ ഇന്ത്യ സഖ്യം വലിയ പ്രതിഷേധം ഉയർത്തി. അതിൽ ആദ്യഘട്ടത്തിൽ നീറ്റ് വിഷയത്തിൽ ഉയർത്തിയ പ്രതിഷേധം സഭയിലും അതിന് പുറത്തും വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല CJP അടക്കമുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ള പ്രതിഷേധം കണ്ടു. അതിന് ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കണ്ട ഒരു കാലമാണ്. എന്തായാലും അതിനുശേഷം രാജി ആവശ്യപ്പെട്ടത് ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ പിന്നീട് കണ്ടത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ആ പ്രതിഷേധത്തിനിടയിൽ ഒന്നും ഇല്ലാത്ത തരത്തിൽ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും എത്തിയ ദിവസം ഇപ്പോൾ ഏറ്റവും അവസാന ദിവസം എത്തി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണ്.